the difference between could and should? Should എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡാണ്. ആക്ച്വലി ഇറ്റ്സ് കമ്പൽസറി ടു ഡു സംതിങ്. ദാറ്റ് മീൻസ് നമ്മൾ കമ്പൽസറി ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഷുഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, യു ഷുഡ് ഗോ ദെയർ, നീ അവിടെ പോകണം. യു ഷുഡ് സബ്മിറ്റ് യുവർ അസൈൻമെൻറ്റ് ബിഫോർ ഡെഡ് ലൈന് മുമ്പ് നീ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ നമ്മൾ ഒരു കമാൻഡ് പറയുമ്പോഴാണ് നമ്മൾ വി യൂസ് should. Okay, then could എന്ന് പറഞ്ഞാൽ there are two uses of could. The first one, past ability. That means നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു കഴിവ് അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് could യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ കുഡ് സ്വിം വെൽ വൈൽ ഐ വാസ് എ കിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഐ വാസ് ഏബിൾ ടു സ്വിം വെൽ, എനിക്ക് നല്ലതുപോലെ നീന്താൻ സാധിക്കുമായിരുന്നു. ദെൻ മൈ ഗ്രാൻഡ് ഫാദർ കുഡ് സ്പീക്ക് 5 ലാംഗ്വേജസ്. എൻ്റെ ഗ്രാൻഡ് ഫാദറിന് 5 ലാംഗ്വേജ് സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. ദാറ്റ് മീൻസ് ഒരു വാസ് ഏബിൾ ടു എന്നൊരു മീനിങ് നമുക്ക് കുഡിന് പറയാം. ദെൻ ദ സെക്കൻഡ് യൂസേജ് ഈസ് ഫ്യൂച്ചർ പോസിബിലിറ്റി. ഒരു ഫ്യൂച്ചറിൽ ഒരു പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വി ക്യാൻ യൂസ് കുഡ്. ഫോർ എക്സാമ്പിൾ, I could win that game. That means maybe എന്നുള്ളൊരു മീനിങ് ഇല്ലേ, ഞാൻ ആ ഒരു ഗെയിമിൽ ജയിക്കുമായിരിക്കും, ആ ഒരു പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് പാസ്റ്റ് എബിലിറ്റി ആണോ ഫ്യൂച്ചർ പോസിബിലിറ്റി ആണോ എന്ന് മനസ്സിലാക്കുന്നത് ആ ഒരു ടൈം കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ.